അടുത്തതായി 49 ശ്ലോകത്തിലേക്ക് കടക്കാം. സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖത സുഹൃൽ മനോഹരോ ജിതക്രോധോ വീരബാഹുർ വിദാരണ. ഇതിലെ നാമങ്ങൾ സുവ്രത, സുമുഖ, സൂക്ഷ്മ, സുഘോഷ, സുഖദ, സുഹൃത്, മനോഹര, ജിതക്രോധ, വീരബാഹു, വിദാരണ. ഇങ്ങനെ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അതിൽ ആദ്യത്തെ നാമം 456 നാമം സുവ്രത. സുവ്രതൻ, നല്ല വ്രതത്തോടു കൂടിയവൻ, നല്ല വ്രതത്തോടു കൂടിയവൻ ആണ് ഭഗവാൻ. ഭാഷ്യകാരൻ പറയുന്നു, നമേ പാർത്ഥ അസ്തി കർത്തവ്യം എന്ന ന്യായപ്രകാരം കേവലം പരാർത്ഥമായ കർമ്മം മാത്രം ചെയ്യുക എന്ന ശോഭനമായ വ്രതം സ്വീകരിച്ചവനാണ് ഭഗവാൻ എന്നതിനാൽ സുവ്രത എന്ന് നാമം. നല്ല വ്രതം സ്വീകരിച്ചവൻ ആണ് ഭഗവാൻ. എന്താണ് ഭഗവാന്റെ നല്ല വ്രതം? ഭഗവത്ഗീതയിലാണ് പറയുന്നത്. നമേ പാർത്ഥാസി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനമാപ്തം അവാപ്തവ്യ വർത്ത ഏവച കർമ്മണി. അല്ലയോ പാർത്ഥ, ഭഗവത്ഗീതയിൽ പറയണം, അല്ലയോ പാർത്ഥ, ഈ 3 ലോകങ്ങളിലും എനിക്ക് എന്തെങ്കിലും ലഭിക്കാനോ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനോ ഇല്ല. ഞാൻ കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം വർത്തിക്കുന്നവനാണ്. അതായത് ഭഗവാൻ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹവുമില്ല, അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു നഷ്ടബോധവുമില്ല. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു രീതി. അത് ഭഗവാന്റെ ലീലയാണ്. അത് ലീലയാണ്, ഒരു കളി ആയിട്ടാണ് ഭഗവാൻ ഇത് മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന ആഗ്രഹത്തിലായിരിക്കും പ്രവർത്തിക്കുക. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അതെന്ത് ലക്ഷ്യമാവാം. അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അത് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, അത് കിട്ടാഞ്ഞാൽ നമ്മൾ ദുഃഖിക്കുന്നു. ഇതുപോലെയല്ല ഭഗവാൻ. ഭഗവാന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടണമെന്നും ആഗ്രഹമില്ല, അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നഷ്ടബോധവുമില്ല. എനിക്ക് കിട്ടണം എന്ന ആഗ്രഹം ഭഗവാനില്ല. ഈ ന്യായപ്രകാരം ഇങ്ങനെയുള്ളൊരു ആളാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് കേവലം പരാർത്ഥമായി മാത്രം കർമ്മം ചെയ്യുക. ഭഗവാന് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ വേറൊരാൾക്ക് വേണ്ടി പരാർത്ഥമായിട്ടാണ് ചെയ്യുക. പരാർത്ഥം എന്ന് വാക്കും ഒരു പരിധി വരെ ശരിയല്ല. കാരണം പരമായിട്ട് ഭഗവാൻ അല്ലാതെ വേറൊന്നും ഇല്ല ഈ ലോകത്ത്. അപ്പം ലീലയാണ് ഭഗവാന്റെ ഈ കർമ്മം ചെയ്യുക എന്നുള്ളത്. ആ കർമ്മം ചെയ്യുക തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഈ പരാർത്ഥമായിട്ട് അല്ലെങ്കിൽ ലീലാപരമായിട്ട് മാത്രം കർമ്മം ചെയ്യുക എന്നുള്ള വ്രതത്തെ സ്വീകരിച്ചവനാണ് ഭഗവാൻ എന്നതിനാൽ സുവ്രത എന്ന് നാമം. വ്രതം എന്ന് പറഞ്ഞാൽ തപസ്സും ആ ഒരു വ്രതമാണ്. ഭഗവാന്റെ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതാണ് ഭഗവാന്റെ തപസ്. അതാണ് ഭഗവാന്റെ വ്രതം. തുടർന്ന് ഭാഷ്യകാരൻ പറയുന്നു, ഏകപാദേന തിഷ്ഠന്തം ആഹരന്തം ച മാരുതം പക്ഷമാസോപവാസാംശ്ച ദിശന്തം അനുചിന്തയേത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ നിവൃത്തി മാർഗത്തെ കുറിക്കുന്നൊരു പ്രമാണമാണ്. ഒറ്റക്കാലിൽ നിന്നുകൊണ്ടും വായുവിനെ ആഹരിച്ചുകൊണ്ടും പക്ഷം, മാസം എന്നിവയിലെ ഉപവാസങ്ങളെ പഠിപ്പിക്കുന്നവനായി ആ ഭഗവാനെ ചിന്തിക്കണം. നിവൃത്തി മാർഗത്തിൽ പ്രവർത്തിതനായിട്ടുള്ള ഭഗവാനായി ആ ഭഗവാനെ ചിന്തിക്കണം. അങ്ങനെ വ്രതനിഷ്ഠനായിട്ടുള്ള ആളാണ് ഭഗവാൻ. ഈ പ്രവൃത്തിനിഷ്ഠനാണ് എങ്കിൽ പരാർത്ഥമായിട്ട് നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. നിവൃത്തിനിഷ്ഠനാണ് എങ്കിൽ തപസ്, അങ്ങനെയുള്ള ഈ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് ഒതുക്കുന്ന തരത്തിലുള്ള തപസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2 രീതിയിലും
വ്രതനിഷ്ഠനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സുവ്രത എന്ന് നാമം. ഇനി 457 നാമം സുമുഖ. സുമുഖ, നല്ല മുഖത്തോടു കൂടിയവൻ, കാണാൻ സുന്ദരനായവൻ, സൗമ്യനായവൻ, കാണാൻ ആകർഷണീയനായവൻ എന്നൊക്കെയാണ് സുമുഖ എന്നുള്ള വാക്കിനർത്ഥം. നല്ല മുഖത്തോടു കൂടിയവൻ. ഭാഷകാരൻ പറയുന്നു, ജപം തുടങ്ങിയവ ചെയ്യുമ്പോഴും വികൃതമല്ലാത്തതും പ്രസന്നവും മനോഹരവുമായ മുഖത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ സുമുഖ എന്നു നാമം. ജപം തുടങ്ങിയവ ചെയ്യുമ്പോൾ തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ജപം, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള പ്രവൃത്തികളാണ്. ജപിക്കുക, ധ്യാനിക്കുക, ഇത് ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ഈശ്വരീയമായിട്ടുള്ള പന്ഥാവ്, അതിലെ തപസ്, അതിനെക്കുറിച്ചുള്ള പഠനം എന്നൊക്കെ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഗൗരവം ആയിട്ടുള്ള വിഷയം. അതുകൊണ്ടാണ് നമ്മൾ മഹർഷിമാരെ, യോഗികളെ ഒക്കെ വലിയ ആളുകളായിട്ട് കാണുന്നത്. കാരണം അവർ ഡീല് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അപ്പോൾ അത്തരം വലിയ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ, തപസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വാധ്യായം, വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മുഖം, നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഗൗരവം എന്ന് പറയുന്നത് ഗൗരവത്തോടു കൂടിയത് അതുകൊണ്ട് അതിന് ഒരു ആകർഷണീയത കുറവായിരിക്കും പലപ്പോഴും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ഭഗവാൻ ഇത് എന്ത് ചെയ്യുകയാണെങ്കിൽ ശരി, ഭഗവാൻ വളരെ ആകർഷണീയനാണ്, സുമുഖനാണ്. ഭഗവാൻ ഇതൊക്കെ വളരെ ലൈറ്റ്ലിയാണ് എടുക്കുന്നത്, വളരെ സരളമായിട്ട്, ഗൗരവമൊന്നും കുറയാതെ, അല്ലെങ്കിൽ ഗൗരവത്തോട് കൂടിയിരിക്കുമ്പോഴും സുമുഖനാണ്. അതുകൊണ്ട് ഭഗവാൻ സുമുഖ എന്ന് നാമം. ഇതൊക്കെ നിവൃത്തി മാർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം തപസ്സുകൾ മുഴുവൻ, ഇവിടെ പരാമർശിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. തുടർന്ന് പറയുന്നു, ഓംകാര ലക്ഷണം മന്ത്രം ജപൻ ആന്തരലക്ഷിതം. തൻ്റെ തന്നെ സ്വരൂപമായ ഓംകാരത്തെ ജപിച്ചുകൊണ്ട്, തന്നെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവാന്റെ തപസ്സിനെ കുറിച്ച് പറയാം. അതായത് ഓംകാരം എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണ സ്വരൂപം തന്നെയാണ്. ആ നാരായണ സ്വരൂപമായിട്ടുള്ള ഓംകാരത്തെ ജപിച്ചുകൊണ്ട് തന്നെ തന്നെ അറിയാൻ വേണ്ടി, തന്നെ തന്നെ ലക്ഷ്യമായിട്ട്, താനാണ് തൻ്റെ പ്രാപ്യസ്ഥാനം, ആ തന്നെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് താൻ തന്നെ സ്വരൂപമായിട്ടുള്ള പ്രണവത്തെ ജപിച്ചുകൊണ്ട് തന്നെ തന്നെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണായ കമലദളാമല നേത്രായ ഇത് തന്മന്ത്രവർണ്ണ, മന്ത്രത്തിലെ ഭാഗം. താമരയില പോലെയുള്ള കണ്ണുകളുള്ളവനായിട്ട് എത്ര ഗൗരവമായിട്ടുള്ള തപസ് ചെയ്യുമ്പോഴും മനോഹാരിത ഒട്ടും കുറയാതെ ഇരിക്കുന്നു ഭഗവാൻ എന്നതുകൊണ്ട് സുമുഖ എന്ന് നാമം. അടുത്തത് സൂക്ഷ്മ. നിരുപാധികമായ സമാധിയാൽ മാത്രം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന സുസൂക്ഷ്മ സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ സൂക്ഷ്മ എന്ന് നാമം. നിരുപാധികം എന്ന് പറഞ്ഞാൽ ഉപാധിരഹിതമായത്, ഉപാധിയോടൊന്നും കൂടാതെ, യാതൊരു വസ്തുവിൻ്റെയും സഹായം കൂടാതെ ഏകനായിട്ടുള്ളത്, അങ്ങനെയുള്ള സമാധി കൊണ്ട് മാത്രം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ആളാണ് ഭഗവാൻ. സുസൂക്ഷ്മ സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സൂക്ഷ്മ എന്ന് നാമം. സർവേ ബ്രഹ്മപരായണാഹ. ബ്രഹ്മത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും, അതായത് ബ്രഹ്മത്തെ പ്രാപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ബ്രഹ്മം എന്ന് പറയുന്നത്
സൂക്ഷ്മമായിട്ടുള്ളതിലും വെച്ച് സൂക്ഷ്മമാണ്. അത് നിരുപാധികമായിട്ടുള്ള സമാധിയിൽ മാത്രം വെളിവാകുന്ന ഒരു അറിവാണ്. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ നിവൃത്തി മാർഗത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ സാക്ഷാത്കരിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്രയും ഗഹനമാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മ എന്ന് നാമം. ഇനി 459-ാമത്തെ നാമം സുഘോഷ. നല്ല ഘോഷത്തോടു കൂടിയവൻ, ശുഭമായിട്ടുള്ള ശബ്ദത്തോടു കൂടിയവൻ, ശുഭമായിട്ടുള്ള ഘോഷത്തോടു കൂടിയവൻ. ഭാഷകാരൻ പറയുന്നു, ഉപനിഷത്തുക്കളുടേതായ സ്വാധ്യായ ഘോഷം ഭഗവാനെ സംബന്ധിക്കുന്നതാണ് എന്നതിനാൽ സുഘോഷ എന്ന് നാമം. ഘോഷം, ശബ്ദം. എന്താണ് ഘോഷം എന്ന് പറയുന്നത്? ഘോഷം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, ശാസ്ത്രത്തിൻ്റെ ശബ്ദമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയാൻ വേണ്ടി ഉള്ള ഈ ഉപകരണമാണ് ശാസ്ത്രം. ഈശ്വരനെ അറിയാനുള്ള വിവിധ ഉപായങ്ങൾ പറയുന്നതാണ് ശാസ്ത്രം. ഈ ശാസ്ത്രത്തിൻ്റെ പഠനം ആണ് സ്വാധ്യായം. അത് വേദമാകാം, ഉപനിഷത്താകാം, പാഞ്ചരാത്രാദി തന്ത്ര ആഗമങ്ങളാകാം. എന്തിൻ്റെയും പഠനം, എന്തിൻ്റെയും വീണ്ടും വീണ്ടുമുള്ള ഉച്ചാരണം, അതാണ് ഘോഷം, അതാണ് ശബ്ദം. ആ നല്ല ഘോഷത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ സുഘോഷ എന്ന് നാമം. അടുത്തത് 460-ാമത്തെ നാമം സുഖദ. സുഖത്തെ കൊടുക്കുന്നവൻ, സുഖം ദദാതീതി സുഖദ. ഇപ്രകാരം സത്തുക്കളുടെ ആചാരമായ സമാധിയുടെ അനുഷ്ഠാനത്തിൽ നിഷ്ഠരായിരിക്കുന്നവർക്ക് പരമമായ സുഖത്തെ കൊടുക്കുന്നവൻ എന്നർത്ഥത്തിൽ സുഖദ എന്ന് നാമം. അപ്പോൾ സുഘോഷ, നല്ല രീതിയിലുള്ള ഘോഷത്തോടു കൂടിയവൻ, ശാസ്ത്രത്തിൻ്റെ ശബ്ദത്തോടു കൂടിയിരിക്കുന്നവൻ. അപ്പോൾ ഈ ശാസ്ത്രത്തെ പഠിച്ച് അനുഷ്ഠിച്ച് എത്താവുന്നതാണ് സമാധി. ആ സമാധി എന്ന് പറയുന്നത് സത്തുക്കളുടെ ആചാരമാണ്. സത്തുക്കൾ ഈശ്വരനെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാധിയെ അനുഭവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ശ്രമത്തിൽ, ആ അനുഷ്ഠാനത്തിൽ ആയിരിക്കുന്നവർക്ക് പരമമായ സുഖത്തെ കൊടുക്കുന്നവൻ. എന്താണോ ആ സമാധി കൊണ്ട് ലക്ഷ്യമായിരിക്കുന്നത്, അത് ഭഗവത് പ്രാപ്തിയാണ്, അത് പരമമായ സുഖമാണ്, അതിനെ കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സുഖദ എന്ന് നാമം. അപ്പോൾ ഇവിടെ സുഖം എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥയാണ്. സമാധിയിൽ ആത്മസാക്ഷാത്കാരം ആണ് സുഖം. ആ സുഖത്തെ കൊടുക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സുഖദ എന്ന് നാമം. ഇനി അടുത്ത നാമം 461-ാമത്തെ സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്ത്, കൂട്ടുകാരൻ എന്നൊക്കെ അർത്ഥം. ഭാഷകാരൻ പറയുന്നു, എന്തുകൊണ്ടാണ് ഭഗവാന് പരോപകാരത്തിൽ ഉത്സാഹം? നേരത്തെ നമ്മൾ പറഞ്ഞു ഭഗവാന് സ്വാർത്ഥമായിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഭഗവാന് പരാർത്ഥമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഭഗവാന് പരോപകാരത്തിലുള്ള ഒരു ഉത്സാഹം? അതിനുള്ള കാരണം പറയുന്നു, സുഹൃത്ത് ആയതിനാൽ. താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിൻ്റെയും സുഹൃത്ത് സ്വരൂപത്തിലിരിക്കുന്നത് ഭഗവാനാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും പരമമായ സുഹൃത്ത് ഭഗവാനാണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ അല്ലെങ്കിൽ അറിയുന്നവൾ ആണ് സുഹൃത്ത്. നമ്മളുടെ ഓരോ ചിന്തയെയും നമ്മളുടെ ശ്വാസചലനത്തെയും മുഴുവൻ കൃത്യമായിട്ട് അറിയുന്നത് ഭഗവാന് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനാണ് പരമമായിട്ടുള്ള സുഹൃത്ത്. അതുകൊണ്ട് ഈ നാമം വളരെ അഭികാമ്യമാണ്.
ഭാഷകാരൻ പറയുന്നു, തനിക്ക് ഉപകരിക്കാത്തവരോട് പോലും ഇവർക്കിനി എന്തു സംഭവിക്കും, ഇവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ശോഭനമായ ഹൃദയ സ്വഭാവം ആണ് സുഹൃത്വം. ഇത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. തനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എങ്കിൽ പോലും അവർക്ക് വേണ്ടി, വേറൊരാൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് എന്തെങ്കിലും മോശമായത് സംഭവിക്കുമോ എന്നുള്ള പേടി, അവർക്ക് അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ജിജ്ഞാസ, ഇതൊക്കെ ഉയർന്ന മാനുഷിക തലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് ചിന്തിക്കാൻ ഉയർന്ന മാനുഷിക തലത്തിലുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പരമമായ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ഈശ്വരനെ അറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാന് സുഹൃത്ത് എന്നുള്ള നാമം. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ, നമ്മളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നവൻ, വേവലാതിപ്പെടുന്നവൻ, നമ്മളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നവൻ അല്ലെങ്കിൽ സന്തോഷിക്കുന്നവൾ, നമ്മളുടെ കോട്ടങ്ങളിൽ ദുഃഖിക്കുന്നവൻ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവൾ ആണ് സുഹൃത്ത്. അപ്പോൾ പരമമായിട്ടുള്ള സുഹൃത്ത് എന്ന് പറയുന്നത് ഈശ്വരനാണ്, സാക്ഷാൽ നാരായണനാണ്. അതുകൊണ്ട് ആ നാരായണന്, ഭഗവാന് സുഹൃത്ത് എന്ന് നാമം. അടുത്തത് 462 നാമം മനോഹര. ഇപ്രകാരം ഭഗവാന്റെ നൈസർഗികമായ സൗഹൃദത്തിനാൽ തന്നോട് പ്രതിപത്തിയുള്ളവരുടെ മനസ്സ് കവരുന്നു എന്നതിനാൽ മനോഹര എന്ന നാമം. ഭഗവാൻ സുഹൃത്താണ് എന്ന് പറഞ്ഞു. സുഹൃത്താണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഭഗവാൻ മനോഹരനാണ്. ഇത്തരം ഒരു സൗഹൃദം, ഇത്തരം സ്നേഹം, ഇത്തരം ആർദ്രത, ഇത് ആരുടെയും മനം കവരുന്നതാണ്. നമുക്ക് വേണ്ടി എല്ലാം ത്യജിക്കാനും എല്ലാം ചെയ്യാനും ഒരു സുഹൃത്തുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, നമ്മൾ അറിയുമ്പോൾ ആ സുഹൃത്ത് നമ്മളുടെ മനസ്സ് കവരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് ഭഗവാനാണ് എന്ന് അറിയുന്ന നിമിഷം ഭഗവാൻ നമ്മളുടെ മനസ്സിനെ കവരുകയാണ്, മനസ്സിനെ ഹരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന് മനോഹര എന്ന് നാമം. ഈ സൗഹൃദം, ഈ സുഹൃത്ത് എന്നുള്ള ഈ ഭാവം ഭഗവാന് നൈസർഗികമായിട്ടുള്ളതാണ്. പെട്ടെന്ന്, അതായത് കാലക്രമേണ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതിന് ശേഷം പ്രപഞ്ചത്തെ നോക്കുന്ന സമയത്ത് ഭഗവാനിൽ ഉണ്ടാകുന്നതല്ല ഇത്. ഈ ഭഗവാന്റെ നൈസർഗികമായിട്ടുള്ള സ്വഭാവമാണ്. തീയിൽ ചൂടുള്ളതുപോലെ ഭഗവാനിൽ കരുണ, സൗഹൃദം എന്ന് തുടങ്ങിയിട്ടുള്ള സ്വഭാവങ്ങൾ നൈസർഗികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മനുഷ്യർക്ക്, ഏതൊക്കെ ജീവികൾക്ക് ഇത്തരം സ്വഭാവങ്ങളുണ്ടോ, അതായത് തന്നോട് പ്രത്യേകിച്ച് ഒരു പ്രതിപത്തിയൊന്നുമില്ലാത്തവരോട് ഒരു കരുണ, ഒരു ദയ, മറ്റുള്ളവരുടെ നേട്ടത്തിൽ സന്തോഷിക്കുക, ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ ഉയർന്ന മാനുഷിക തലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതൊക്കെ ഭഗവാന്റെ സ്പർശനങ്ങളാണ്. അതുകൊണ്ട് ഭഗവാന് ആ സൗഹൃദം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കവരുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് മനോഹര എന്ന് നാമം.